ദൈവമേ ത്രിയേകനേ, നിൻ സവിധേ ഞാൻ വരുന്നു. ദൈവമേ ത്രിയേകനേ, അപ്പൻ തൻ മക്കളിൽ കാരുണ്യം പോൽ ഈ പാപിയാമെന്നെ ദർശിക്കണേ. പുത്രൻ മൂലം നിൻ സവിധേ എത്തേണമേ എൻ്റെ യാചനകൾ. ദൈവമേ ത്രിയേകനേ, നിൻ സവിധേ ഞാൻ വരുന്നു. ദൈവമേ ത്രിയേകനേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കണം ഒരു നല്ല വിശുദ്ധ ദിവസം കൂടെ ദാനമായി തന്നതോർത്ത് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. എൻ്റെ ദൈവമായ കർത്താവേ, അടിയനെ ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയമായി കടന്നു വരുന്നു. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ഓരോ മക്കളെയും അവരുടെ പ്രാർത്ഥനാ വിഷയത്തെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനം തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം തന്ന തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവന മാർഗം എല്ലാം കർത്താപ്പച്ചൻ്റെ പൊന്നുപാദപീഠത്തിലോട്ടൊന്ന് ഏൽപ്പിച്ചു തരിക. ഇന്നുവരെയും അത്ഭുത അതിശയമായി ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു. അതൊക്കെ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല കർത്താവേ. അനേകായിരങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞപ്പോൾ ഞങ്ങളെ ശേഷിപ്പിച്ച ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുക. അപ്പാ, ഞങ്ങളുടെ മിടുക്കോ സാമർഥ്യമോ ഒന്നുമല്ല കർത്താവേ, അവിടുത്തെ വിലയേറിയ കരുണയും സ്നേഹവും ഒന്ന് മാത്രമാപ്പാ. ദൈവമായ കർത്താവേ, നന്ദിയുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ. സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് സൗഖ്യത്തിൽ സൂക്ഷിക്കണമേ. അവരുടെ വിദ്യാഭ്യാസം മാനിക്കപ്പെടട്ടെ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ, മറ്റ് വിവിധ കോഴ്സുകളിൽ ഡിഗ്രിക്കായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന മക്കൾ, OET IELTS ജർമ്മൻ പഠിക്കുന്ന മക്കൾ, കോമ്പറ്റീവ് പരീക്ഷയ്ക്കും ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവ് റിസൾട്ട് കാത്തിരിക്കുന്ന മക്കൾ, ഹല്ലേലൂയ, എല്ലാവരെയും തിരുമുൻപാകെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പ്രത്യേകിച്ച് ജൂലൈ 26 നടക്കുന്ന എല്ലാ എക്സാമിനായും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കളെ എല്ലാം സമർപ്പിക്കുകയാണ്. അടിയൻ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ തിരുസന്നിൽ സമർപ്പിക്കട്ടെ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് അത്ഭുതം ചെയ്യണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാനിക്കണമേ കർത്താവേ. കർത്താവെ, സ്തോത്രം. അമൽ മോനെയും അവൻ്റെ കൂട്ടുകാരെയും നിതിൻ മോനെയും, ഹല്ലേലൂയ കർത്താവെ, പ്രത്യേകിച്ച് MBA പരീക്ഷ എഴുതുന്ന കർത്താവെ, ഹന്നാമോളെയും അപ്പാ നാദർഷായെയും ഒക്കെ ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതായ ആലോചനയും ബുദ്ധിയും തക്ക സമയത്ത് കൊടുക്കണം. അവർ നന്നായിട്ട് പരീക്ഷ എഴുതണം. കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തണം. വലിയ മാർക്കോടെ പാസ്സാകണം. അവർ ലക്ഷ്യം വെച്ച സ്ഥാനത്തൊക്കെ ചെന്ന് ചേരുവാൻ കൃപ ചെയ്യുമാറാകണം നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, സമയം ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. സൗഖ്യത്തോടും സമാധാനത്തോടും കാത്തോണേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുത്താട്ട് കർത്താവേ. യാത്ര പോകുന്ന മക്കളെയെല്ലാം അനുഗ്രഹിച്ചാട്ട് ഓരോ മക്കളുടെ യാത്രയിൽ കൂടെ ഇരുന്നാട്ടപ്പാ. എൻ്റെ ദൈവമായ കർത്താവേ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണമേ. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണം. പുതുവർഷകാലം പുതിയ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് സഹായിക്കണമേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരിക കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച അനേക പ്രിയപ്പെട്ടവരുണ്ടപ്പ. ഹോസ്പിറ്റലിൽ ആമേൻ അഡ്മിറ്റായിരിക്കുന്ന ജീവിതങ്ങളുണ്ടപ്പ. കർത്താവെ, ഓപ്പറേഷൻ തിയേറ്ററിലും ICUലും CCലും വെന്റിലേറ്ററിലും കിടക്കുന്നവരുണ്ടപ്പ. അതിവേദനകളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ടപ്പ. സൗഖ്യമാക്കുന്ന ദൈവം, അടിപ്പിണരാലുള്ള സൗഖ്യം ഓരോ മക്കൾക്കും നൽകി സഹായിച്ചേ മതിയാകൂ. സൗഖ്യം പ്രാപിച്ച് ഭവനത്തിൽ കടന്നുപോയി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിക്കാട്ട് ദൈവമേ. ഞങ്ങളുടെ ക്യാൻസർ രോഗികളെയും കിഡ്നി രോഗികളെയും ഹാർട്ടിന് ലിവറിനും കുഴപ്പമുള്ളവരെയൊക്കെ ഏൽപ്പിക്കുകയാണ്. കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവരുണ്ട്. കണ്ണിൻ്റെ ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്നവർ,
ചെവിയുടെ വേദനയാൽ ഭാരപ്പെടുന്നവർ, പല്ലിൻ്റെ വേദനയാൽ ഭാരമുള്ളവർ, പല്ലിൻ്റെ ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ച് തരുന്ന കർത്താവേ. ദൈവമേ, തലയ്ക്കകത്ത് വേദനയുള്ളവർ, കർത്താവെ പുറത്തും കൈക്കും വേദനയാൽ ഭാരപ്പെടുന്നവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, വയറ്റിൽ മൊഴിയുള്ള ജീവിതങ്ങൾ, ഫിക്സ് രോഗത്താൽ ഭാരപ്പെടുന്നവർ, ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങൾ, തൈറോയ്ഡ്, മാസ്മയും അലർജിയും ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ശരീരമാസകലം ചുട്ടുപൊള്ളുന്ന പുകച്ചിലും വേദനയുമുള്ള ജീവിതങ്ങൾ, ഉറക്കമില്ലാത്തവർ, തലമുടി മുഴുവൻ കൊഴിയുന്നവർ, ദൈവമായ കർത്താവെ, അങ്ങയുടെ പൊന്നുകരങ്ങളിൽ ഞങ്ങളുടെ ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സ്വർഗത്തിലെ ദൈവം സൗഖ്യദായകനാ, മനസ്സലിവും കരുണയുമുള്ള ദൈവമാണ്. തൻ്റെ മക്കളോട് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരപ്പെടുന്നവർ കർത്താവേ, ഹല്ലേലൂയ. ഓട്ടിസം ബാധിച്ച മക്കൾ എല്ലാവരെയും തിരുമുൻപാകെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ തങ്കക്കരം ഓരോ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയൊരു വിടുതൽ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സാക്ഷീകരിപ്പാൻ കൃപ ചെയ്യുമാറാകണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നുവരെ അത്ഭുതാതിശയമായി ഞങ്ങളെ നടത്തിയതാ, ഞങ്ങളുടെ ആപത്തിലും രോഗത്തിലും വൻപ്രയാസത്തിലും കൂടെ നിന്ന ദൈവമാ. ഇന്നും അങ്ങ് സർവ്വശക്തനാ, മനസ്സലിവും കരുണയുമുള്ള ദൈവമാ. കരയുന്നതിൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവമാ. അപ്പാ, സൗഖ്യം കാത്തു കിടക്കുന്ന തൻ്റെ മക്കളുടെ മേലവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം നീട്ടി സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. പനിയാൽ, ചുമയാൽ, ശ്വാസം മുട്ടലാലൊക്കെ ഭാരപ്പെടുന്ന ഒരു കർത്താവേ, എല്ലാവരെയും തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. അവിടുത്തെ സൗഖ്യം ഓരോ മക്കൾക്കും നൽകിക്കാട്ട് കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ, കടഭാരമുള്ള മക്കളെ ഏൽപ്പിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുത്തേ മതിയാ കർത്താവേ. ഭവനമില്ലാത്ത മക്കൾക്ക് ഹല്ലേലൂയ ഭവനം തലചായ്പാൻ കൊടുക്കണമേ. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യം ഒരുക്കണമേ കർത്താവേ. സ്തോത്രം, ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം, സ്തോത്രം കർത്താവേ. പ്രത്യേകിച്ച് ഹല്ലേലൂയ കർത്താവേ, വീടിനോട് ചേർന്നൊരു ജോലി ആഗ്രഹിക്കുന്ന മകനുണ്ട് കർത്താവേ. പോകുവാനും വരുവാനുമുള്ള സൗകര്യസ്ഥാനത്ത് എൻ്റെ ദൈവം തൻ്റെ മകന് ജോലി ഒരുക്കണമേ. അവരുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്ക് വിഷമിക്കുമ്പോൾ കർത്താവ് അവർക്ക് പരിഹാരമായി ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം. നീ സകലത്തിനും മതിയായ ദൈവമാണ്, മനസ്സലിയും കരുണയുമുള്ള ദൈവമാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊക്കെ ഈ മനസ്സലിയണമേ, കരുണ തോന്നണമേ നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ സന്നിധിയിൽ യാചിച്ചിട്ടുള്ള ഒരു മക്കളെ ലജിച്ചുവാൻ നീ സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. ഉള്ളതുപോലെ ഓരോ മക്കളെയും അറിയുന്നവൻ, കാണുന്നവൻ അവിടുന്ന് ആകിയാൽ അപ്പാ, അവരുടെ ഹൃദയവേദന അറിഞ്ഞ്, അവരുടെ ഭാരമറിഞ്ഞ്, അവരുടെ അവസ്ഥകളെ അറിഞ്ഞ് പ്രവർത്തിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ സമയം ജോലി ചെയ്യുന്ന ഓരോ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിൽ ജോലി ചെയ്യണം. നല്ല കർത്താവെ, നല്ല പ്രതിഫലം ലഭിപ്പാൻ ഇടയാക്കുമാറാകണം. ദൈവമായ കർത്താവ്, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമാധാനത്തോടെ കാത്തുകൊള്ളണമേ കർത്താവ്. കുടുംബജീവിതത്തിൽ ഒരു സമാധാനം ലഭിക്കാത്ത ജീവിതങ്ങളുണ്ട് കർത്താവേ. സന്തോഷമുള്ളൊരു ജീവിതം നയിപ്പാൻ തൻ്റെ മക്കളെയൊക്കെ സഹായിക്കണമേ അപ്പാ. ഒരിക്കലും അവരുടെ ജീവിതം ഛിന്നഭിന്നമായിപ്പാൻ അനുവദിക്കല്ലേ നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവെ. ഏൽപ്പിച്ചു തരുന്നു കർത്താവെ, ഏൽപ്പിച്ചു തരുന്നു അപ്പാ. ഹല്ലേലൂയ കർത്താവെ. നാട്ടിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന മക്കളെ ആമേൻ, എൻ്റെ കർത്താവെ, എത്രയും പെട്ടെന്ന് കർത്താവ് കാര്യാദികളെ ക്രമപ്പെടുത്തി കടന്നു വരുവാനൊക്കെ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങൾ, അനേക കുഞ്ഞുങ്ങൾ കൂട്ടുകാർക്ക് അടിമപ്പെട്ട് കർത്താവെ, കൂട്ടുകെട്ടിലകപ്പെട്ട് മദ്യപാനശീലങ്ങളൊക്കെയും ഹല്ലേലൂയ കർത്താവെ അതിലായിരിക്കുമ്പോൾ അതിനകത്ത് വേദനപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരിമാരൊക്കെ ഉണ്ട് ദൈവമേ. കരയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ കർത്താവെ. കുഞ്ഞുങ്ങൾക്ക് ഭാവിയെക്കുറിച്ചൊരു ബോധം കൊടുക്കണമേ കർത്താവെ. വിദ്യാഭ്യാസം പൂർത്തീകരിപ്പാനൊക്കെ സഹായിക്കണമേ കർത്താവെ. ഉത്തമമായ ഒരു ജീവിതം നയിപ്പാൻ തക്കണവരെ സഹായിക്കണമേ കർത്താവെ. ആരും നഷ്ടപ്പെട്ടുവാൻ നീ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മദ്യപാനികളെയും രൂപാന്തരപ്പെടുത്തണമേ തമ്പുരാനെ. മനസ്സലിയണമേ, കരുണ തോന്നണമേ അപ്പ. ഈ വിഷയം സ്വർഗം ഏറ്റെടുക്കണമേ കർത്താവെ. മദ്യത്തിലും മയക്കുമരുന്ന് ലഹരിക്കൊക്കെ അടിമപ്പെട്ട ജീവിതങ്ങളോട് കരുണ തോന്നണമേ നടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം, സ്തോത്രം കർത്താവെ. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്ന പിതാവേ. സ്തോത്രം. വേർപാടിന് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങൾ അനേകരുണ്ട് കർത്താവെ. അലമുറയിട്ട് കരയുന്ന ജനസമൂഹത്തിൻ്റെ നടുവിൽ അപ്പാ, ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം എൻ്റെ അപ്പൻ്റെ പക്കലുണ്ട്. തൻ്റെ മക്കൾക്കൊക്കെ നിത്യമായ സമാധാനം കൊടുത്ത് ജീവിപ്പാൻ കൃപ നൽകി സഹായിച്ചേ മതിയാകൂ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്ന തമ്പുരാനെ, പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഭരണകർത്താക്കളെയെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സുശേഷ വേലകളെ മേലക്കാരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ. അപ്പാ, യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങളുടെ രാജ്യങ്ങളെയും സൂക്ഷിക്കണമേ കർത്താവെ.
അപ്പോൾ ആ ദൈവസ്നേഹത്താൽ എല്ലാവരും നിറയപ്പെടട്ടപ്പാ. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമം ഒന്ന് അറിയട്ടെ. ആ നാമം ഉയരട്ടെ, ആ നാമം വളരട്ടെ കർത്താവെ. അവിടുന്ന് സഹായിക്കണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കൾക്കും അവരുടേതായ വേദനാവിഷയം, ഭാരവിഷയം സ്വർഗം ഏറ്റെടുത്തുകൊണ്ട് മറുപടിയുമായി ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവം ജീവിക്കുന്ന ദൈവമെന്ന് അനേകരും മനസ്സിലാക്കട്ടെ കർത്താവെ. എൻ്റെ അപ്പനെല്ലാം പരിവർത്തിപ്പാൻ കഴിവുള്ള ദൈവമാകിയാൽ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവമേ, വ്യസനത്തിലുള്ള സകല മാർഗങ്ങളെയും എടുത്തു മാറ്റി ശാശ്വതമായ മാർഗത്തിൽ ഓരോ മക്കളെയും നിറച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ആണും പെണ്ണുമായ മക്കളുണ്ട് കർത്താവെ. തക്ക തുണയൊരുക്കണം. അവരുടെ വിവാഹം ഏറ്റവും ശ്രേഷ്ഠകരമായി നടക്കണം. നല്ല കുടുംബജീവിതം നയിക്കണം. ദൈവം അതിനായി സഹായിച്ചാട്ട് കർത്താവെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിച്ചാട്ട്. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചാട്ട് ദൈവമേ. സ്തോത്രം, സ്തോത്രം കർത്താവെ. അങ്ങനെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു തരിക. എൻ്റെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളുടെ ഉപജീവനമാർഗവും വാഴ്ത്തി അനുഗ്രഹിക്കണം. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗത്തിലും മേലും അപ്പച്ചൻ്റെ കാര്യം ചേർത്ത് പിടിച്ചോണേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ കാത്തോണേ കർത്താവെ. ആരുടെയും മുൻപിൽ തലകുനിപ്പാൻ അനുവദിക്കാതെ സ്വർഗം ഓരോ മക്കൾക്കും വേണ്ടുന്നത് കൊടുത്ത് പോറ്റിപ്പുലർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അപ്പോൾ ഓരോ വാഹനത്തിലും അപ്പൻ്റെ കാര്യം ചേർത്ത് പിടിച്ചോണം. ആപത്തനർത്ഥത്തിൽ നല്ലവരെയും വിടുവിക്കുമാറാകണം കർത്താവെ. സ്വർഗം മനസ്സലിയണമേ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം, 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 സ്തോത്രം.